ഇങ്ങനെ പറഞ്ഞു തരുന്നതായിട്ട് കുറച്ച് നാൾ മുൻപ് ഞങ്ങളൊരു കാര്യം കണ്ടിരുന്നു. കൈരളി റെയിൻ ഡ്രോപ്സ്. യെസ്, 90s വികാരമായിരുന്നു റെയിൻ ഡ്രോപ്സ്. അത് കാണാൻ വന്നിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. കാരണം അത്രയും പാട്ടുകൾ കിട്ടുന്ന പരിപാടികളൊന്നും വേറെ ഇല്ല ആ സമയത്ത്. ഒരുപാട് പേര് എഴുതി ഇഷ്ടപ്പെട്ട പാട്ട് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാട്ട് ചിലത് നമ്മുടെ ചോയ്സിൽ വിടുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. 60ാം പിറന്നാളിന് എന്ത് പാട്ട്? ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ തിരുവനന്തപുരത്തിനെ കുറിച്ചൊരു പാട്ട്. അപ്പൊ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ലൈവ് അല്ലേ, ലൈവ് ആയതുകൊണ്ടാവും കുറച്ച് ഒരു മിനിറ്റ് കട്ട് ആലോചിക്കട്ടെ എന്ന് പറയാനുള്ള സാവകാശം. അപ്പൊ വേറെ എന്തെങ്കിലും ഭാരതം എന്ന പഴയ അമ്മ അതുകൊണ്ട് ഈ പാട്ട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പാട്ട് അങ്ങനെ പാടും. അല്ലെ ഒരു പഴയ പാട്ട് എന്തെങ്കിലും പാടും. എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത്രയും പാട്ടുകൾ ഉള്ളത് കൊണ്ട് തിരഞ്ഞെടുക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ഓർമ്മ വരുന്ന കാര്യമാണ്. ലൈവ് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ബാക്ക് ഓഫ് ദ കോർണർ ഓഫ് ദി മൈൻഡിൽ ഒരു അലേർട്ട്നെസ് ആവശ്യമില്ലാതെ കിടക്കും. നമ്മൾ ബോധറേഷൻ കൈ ശരിയാണോ, സംസാരിക്കുന്നത് ശരിയാണോ, പാട്ട് പറയുന്നത് ശരിയാണോ, നോക്കുന്നത് ശരിയാണോ, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇതിന്റെ എല്ലാം പുറത്ത് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞിട്ട് പെട്ടെന്ന് പാട്ടിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ കണ്ടിരുന്ന ഞങ്ങൾക്ക് വളരെ ഈസിയായിരുന്നു. ചുണ്ടിൽ അണയും പൊന്മുളം കുഴലിൽ നിന്നിളം